ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു ടേമാണ് പാരാമീറ്റേഴ്സ്. 3 മില്യൺ പാരാമീറ്റേഴ്സ് ഉള്ള AI, അല്ലെങ്കിൽ 2.5 മില്യൺ പാരാമീറ്റർ, 2.8 മില്യൺ പാരാമീറ്റർ. അപ്പൊ എന്താണ് ഈ പാരാമീറ്റർ? ഇതിനെ നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കാൻ നോക്കാം. അതായത് നമുക്ക് കുറെ ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകളിലെല്ലാം പല കളറിലുള്ള ലിക്വിഡ്സ് നിറച്ചിട്ടുണ്ട്. ഈ ടാങ്കുകളിൽ നിന്നെല്ലാം ഓരോ പൈപ്പ് പോരുന്നുണ്ട്. ഈ പൈപ്പിനെല്ലാം ഓരോ വാൾവുകളുണ്ട്. ഒന്നിൽ കൂടുതൽ വാൾവുകളുണ്ട്. പല വാൾവുകളും നമുക്ക് ഈ പിക്ചറിനകത്ത് കാണാൻ പറ്റും. ഓക്കെ, ഈ വാൾവുകൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതായത് ആദ്യം ഇതെല്ലാം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു നിലയിലായിരിക്കും. അപ്പോൾ അതിനെ നമ്മൾ 0 എന്ന് പറയാം. പിന്നെ നമ്മളത് ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് ഇതിന്റെ വാല്യൂ കൂടി 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 വരും. ഓക്കെ, അപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ടാങ്കിനകത്ത് കളർ 1, കളർ 2, കളർ 3 ഇതിലുള്ള ലിക്വിഡ്സിന്റെ കളറാണ്. കളർ 1, കളർ 2, കളർ 3, കളർ 4, കളർ 5. ഓക്കെ, ഇത്രയും കളറുള്ള ലിക്വിഡ്സ് നമുക്ക് ടാങ്കുകളിൽ നിറച്ചിട്ടുണ്ട്. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഒരു കളർ 100, ഏതോ ഒരു കളർ 100. അപ്പോൾ ഇതൊന്നും എല്ലാത്തൊന്നും ഉള്ള ലിക്വിഡ്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് കളർ 100 കിട്ടണം. അതിന് ഈ വാൾവുകൾ ഏതൊക്കെ രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, അപ്പം ഈ വാൾവ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു വാല്യൂ ആണ്. അത് 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലോസ്ഡ്. അപ്പൊ നമ്മളൊരു വാൾവ് തുറന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ടൈമിൽ നിന്ന് ലിക്വിഡ് പുറത്തേക്ക് ഒഴുകുന്നുള്ളൂ. അപ്പൊ അത് ഒഴുകുന്ന രീതിയിൽ നമ്മളൊരു വാൾവ് വെച്ച് കഴിഞ്ഞാൽ അതിന് എത്രമാത്രം അത് ഓപ്പൺ ചെയ്തു അതിനൊരു വാല്യൂ ഉണ്ടാവും. അപ്പൊ ഈ ഓരോ വാൾവും ഓരോ തരത്തിൽ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ കളർ 100 എന്നുള്ള ലിക്വിഡ് കിട്ടും. അല്ലെങ്കിൽ ഈ ടാങ്കിൽ വരുന്ന ലിക്വിഡിന്റെ കളർ 100 ആവും. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുമാത്രം ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്, അപ്പം അതൊരു വാല്യൂ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ആ കിട്ടുന്ന വാല്യൂസിന്റെ സെറ്റാണ് ഈ പറയുന്ന പാരാമീറ്റേഴ്സ്. ഓക്കെ,